അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്മാഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാ ഇന്ന് മനസ്സിലാക്കുന്നത് അസ്സലാം എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ്. മനുഷ്യരെ ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തനായവനാണ് അള്ളാഹു എന്നതാണ് അസ്സലാം അർത്ഥമാക്കുന്നത്. സുരക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടം അള്ളാഹു മാത്രമാണ്. സൃഷ്ടികൾക്ക് മേൽ സുരക്ഷയും സമാധാനവും ചൊരിഞ്ഞു നൽകുന്നവനുമാണ് അസ്സലാം. അജ്ഞത, അവ്യക്തത, ആശയക്കുഴപ്പം, സംശയം തുടങ്ങിയിട്ടുള്ള സർവമാന ന്യൂനതകളിൽ നിന്നും അള്ളാഹു പൂർണ്ണമായി മുക്തനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വയം സുരക്ഷയും സമാധാനവും പരിപൂർണമായവനാണ്. അങ്ങനെയുള്ളവനായ അള്ളാഹുവിൽ നിന്നല്ലാതെ സൃഷ്ടികൾക്ക് സമാധാനം മറ്റൊരിടത്തു നിന്നും ലഭിക്കപ്പെടുകയില്ല. ഫർദ് നമസ്കാരാനന്തരം ഇപ്രകാരം ചൊല്ലാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ: അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം. ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു. വിശുദ്ധ ഖുർആനില് ഒരിടത്ത് മാത്രമാണ് അള്ളാഹുവിന്, സൂറത്ത് ഹശ്റില് ഒരിടത്ത് മാത്രമാണ് അള്ളാഹുവിന് അസ്സലാം എന്ന തിരുനാമം വന്നിട്ടുള്ളത്. അള്ളാഹു അസ്സലാമാണ്, അതോടൊപ്പം സലാം ഉള്ളവനുമാണ്. സലാം ഉള്ളവൻ എന്നാൽ തൻ്റെ ദാസന്മാർക്ക് സലാം നിർവഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. അള്ളാഹു അംബിയ മുർസലീങ്ങൾക്ക് സലാം നിർവഹിക്കുന്നതിനെ പറ്റി ഇപ്രകാരം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം: ഖുലിൽ ഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. നബിയെ പറയുക, അള്ളാഹുവിൻ്റെ സ്തുതി, അവൻ തെരഞ്ഞെടുത്ത അവൻ്റെ ദാസന്മാർക്ക് സലാം. വസലാമുൻ അലൽ മുർസലീൻ, ദൂതന്മാർക്ക് സലാം. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, ലോകരില് നൂഹിന് സലാം. സൃഷ്ടികൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുന്നവനാകുന്നു അള്ളാഹു. സന്മാർഗം പിന്തുടർന്നവർക്ക് അവൻ്റെ സലാമുണ്ട്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം പിന്തുടർന്നവർക്കായിരിക്കും സലാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സലാം ലഭിക്കപ്പെടാത്തവര് ഭൂമിയിൽ മറ്റെന്തൊക്കെ വിഭവം ലഭിക്കപ്പെട്ടാലും അവർക്കതൊന്നും തന്നെ പ്രയോജനപ്പെടുകയില്ല. അള്ളാഹുവിങ്കിൽ നിന്നും സമാധാനം ലഭിക്കപ്പെടാതെ പോകുമ്പോഴാണ് മനുഷ്യൻ അസ്വസ്ഥനാകുന്നതും നിർഭയത്വം നഷ്ടപ്പെടുന്നതും തന്മൂലം ഐഹിക ജീവിതം നരകതുല്യമായി തീരുന്നതും. മനുഷ്യന് നിർഭയത്വമില്ലാത്ത ഇത്തരം അവസ്ഥ വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും മനുഷ്യരിൽ വിശ്വാസ വൈകല്യം സംഭവിക്കുമ്പോഴാണ് ഇത്തരമൊരവസ്ഥ വന്നു ചേരുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട മനുഷ്യര് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുകയും അള്ളാഹു അല്ലാത്തവരിൽ നിന്നും സമാധാനം പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് അവരിൽ നിന്നും നിർഭയത്വം നീങ്ങിപ്പോകുന്നത്. കാരണം അള്ളാഹു അല്ലാതെ സമാധാനം നൽകുന്ന മറ്റൊരു ശക്തിയുമില്ലല്ലോ. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മനുഷ്യൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണെന്ന് സൂറത്ത് ഹജ്ജിലെ 31-ാമത്തെ ആയത്തില് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോവുകയും കാറ്റ് വിദൂരതയിലേക്ക് അകറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് പോലെ അവൻ നിസ്സഹായാവസ്ഥയിലും ഭയത്തിലും അകപ്പെട്ടു പോവുക തന്നെ ചെയ്യും. എന്നാൽ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ സമാധാനത്തിൻ്റെ ഉറവിടമായ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നവര് സുരക്ഷിതത്വബോധത്തിലും നിർഭയത്വത്തിലുമായിട്ട് അനുഗ്രഹീതമായ സമാധാന ജീവിതം നയിക്കുന്നവരായിരിക്കും. ഇത്തരക്കാർക്ക് ഇനി നാളെ ലഭിക്കപ്പെടാനുള്ള സ്വർഗം ദാറുസ്സലാമാണ്. സർവസമാധാനങ്ങളുടെയും സർവ സുരക്ഷയുടെയും ഭവനമാണത്. സ്വർഗക്കാർക്ക് റബ്ബിങ്കിൽ നിന്നും സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം അഥവാ സമാധാനം, അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അവർക്കുള്ള അഭിവാദ്യം. സലാമിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസ് ഇപ്രകാരമാണ്: അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിശ്ചയം അസ്സലാം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ്. ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. അസ്സലാമായ അള്ളാഹുവിങ്കിൽ നിന്നും ഇഹത്തിലും പരത്തിലും പ്രത്യേകമായി സലാം ലഭിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.